ഞാൻ മാമോരുടെ അടുത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്, കടലോളം സ്നേഹം ബാക്കിയുണ്ട് ഉള്ളിൽ എന്നുള്ളത്. അത് എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച്? അല്ല, ബിക്കോസ് അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ ലൈഫിൻ്റെ കുറേ ഇങ്ങനെ എക്സ്പീരിയൻസസ് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമുക്ക് പല പല ടൈപ്പ് ഓഫ് റൊമാൻസ് ആണ്. ഇപ്പം നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ടീൻസിലുള്ളപ്പോൾ നമ്മുടെ ഡ്രീംസ് വേറെയാണ് അല്ലേ. വി വിൽ തിങ്ക് ഓഫ് എ പേഴ്സൺ ടു കം ഇൻ ടു അവർ ലൈഫ് നൈറ്റ്. സോറി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കല്യാണം വരുമ്പോൾ നാച്ചുറലി ആ സമയത്ത് നമുക്ക് നമ്മുടെ പാർട്ട്ണർ കിട്ടി, അപ്പോൾ അത് വേറൊരു റൊമാൻസ് ആയി. ഓരോ ലൈഫിലെ ഓരോ സെഗ്മെന്റും ഭയങ്കര മൈൻഡ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടല്ലേ? ശരിക്കും എനിക്കത് കിട്ടുന്നുണ്ട് ശരിക്കും. അല്ല, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എൻ്റെ ലൈഫ് സ്റ്റോറിയെ കുറിച്ച് ചിന്തിക്കും. കുറേ പേര് ആരോ പറഞ്ഞു ബുക്ക് എഴുതിക്കൂടെ മാം എന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബുക്ക് എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മൾ ചില സംഭവങ്ങൾ വെദർ വി ഹാവ് ടു ടെൽ ഇറ്റ് ഓർ നോട്ട്. സോ ആ രീതിയിൽ വരുമ്പോഴൊക്കെ കുറേയൊക്കെ നമ്മൾ വി വോണ്ട് സേ ഇറ്റ്. ദർ ആർ സം സീക്രറ്റ്സ് വിച്ച് വി ഡോണ്ട് വോണ്ട് ടു ബ്രിങ് ഇറ്റ് ഔട്ട്. അപ്പോൾ അങ്ങനത്തെ ലൈഫിന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിൽ സംഭവിച്ച പല കാര്യങ്ങളും നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സിനിമയിൽ ഇട്ടാൽ പോലും ആൾക്കാർ പിന്നെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കുമോ എന്ന് വരെ ചോദിക്കും. സോ ഇറ്റ് ഹാസ് ഹാപ്പൻഡ് ലൈക്ക് ദാറ്റ്. പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോൾ ഹിസ്റ്ററി പോലെയാണ് സത്യത്തിൽ, ഒരു ബുക്ക് വായിക്കുമ്പോൾ നോവൽ പോലെയാണ് സത്യത്തിൽ നമ്മൾ ജീവിതം കാണേണ്ടത്. ബിക്കോസ് ജനിക്കുമ്പോൾ ഒരു സത്യം എന്തുവാ, മരിക്കും അല്ലേ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പിന്നീട് കുറേ ഒരു പ്രായം കഴിയുമ്പോഴാണ് നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴക്കൂടിയും അങ്ങനെ എങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന്. കാരണം ഈ ഒരു 60s ഒക്കെ വരുമ്പോഴാണ് സത്യത്തിൽ ആ ഒരു തോട്ട് വരുന്നത്. കാരണം ഈ സമയം ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന 60s ആണ്. ഞാൻ പറയുന്നത് കാരണം ഇപ്പം നമുക്ക് ലൈഫിനെ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്നിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സിനിമ. എനിക്ക് ഇങ്ങോട്ട് തന്ന ക്യാരക്ടേഴ്സ്, പീപ്പിൾസ് ലവ്, എത്രയോ വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. സോ ഇത്രയും ഒക്കെ എനിക്ക് കിട്ടിയത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ 16-17 വയസ്സ് തൊട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഐ ഫീൽ ലൈക്ക് ഞാൻ സംതിങ് ഐ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ഫിലിംസ് ഓർ സംതിങ് ഐ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു പീപ്പിൾ.